ദുബായിൽ ഷെയറിംഗ് താമസം നിയന്ത്രിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. ഫ്രീ സോൺ ഉൾപ്പെടെ ദുബായിൽ ഉടനീളം നിയമം ബാധകമാണ്. നിയമലംഘനം നടത്തുന്നവർക്ക് 500 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെയും, കുറ്റം ആവർത്തിച്ചാൽ 10 ലക്ഷം ദിർഹം വരെയും പിഴ ചുമത്തും. ദുബായിലെ പുതിയ നിയമപ്രകാരം പെർമിറ്റില്ലാത്ത വ്യക്തികൾക്കോ കമ്പനികൾക്കോ ഒരു പ്രോപ്പർട്ടി ഷെയറിംഗ് ഹൌസായി നൽകാൻ സാധിക്കില്ല. ഉടമകൾക്കും അംഗീകൃത ലൈസൻസ് ഉള്ള കമ്പനികൾക്കും മാത്രമേ വാടകയ്ക്ക് നൽകാൻ അവകാശമുള്ളൂ. വാടകക്കാർ തങ്ങൾ വാടകയ്ക്കെടുത്ത വീടോ അതിലെ മുറികളോ മറ്റു വ്യക്തികൾക്ക് മറിച്ച് വാടകയ്ക്ക് നൽകാനും പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരമുള്ള പ്രത്യേക പരിശോധന ഉടനെ ആരംഭിക്കില്ല എന്ന് ദുബായ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പരിശോധനകൾ ആരംഭിക്കുക. ഷെയർഡ് ഹൌസിംഗ് നടത്തുന്ന ഉടമകൾക്കും കമ്പനികൾക്കും പുതിയ നിയമങ്ങൾക്ക് അനുസൃതമായി മാറ്റങ്ങൾ വരുത്താൻ 2026 ഓഗസ്റ്റ് 26 മുതൽ 1 വർഷത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. പെർമിറ്റ് ലംഘിക്കുന്ന വീടുകളിൽ കുടിയൊഴിപ്പിക്കൽ നേരിടേണ്ടി വന്നാലും താമസക്കാരെ ഒറ്റ രാത്രി കൊണ്ട് ഇറക്കിവിടില്ല. ബദൽ താമസ സൗകര്യം കണ്ടെത്താൻ അധികൃതർ മതിയായ സമയം അനുവദിക്കും. നിയമപ്രകാരം കുടുംബങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, വിദ്യാർത്ഥികൾ, സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ എന്നിങ്ങനെ 6 വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഷെയറിംഗ് ഹൌസുകളിൽ താമസിക്കാൻ അർഹതയുണ്ട്. അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, ടൗൺ ഹൌസുകൾ, റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ എന്നിവ ഷെയർഡ് ഹൌസിംഗിനായി ഉപയോഗിക്കാം. എന്നാൽ അടുക്കള, ബാത്റൂം തുടങ്ങിയ പൊതു സൗകര്യങ്ങൾ പങ്കിടുമ്പോൾ തന്നെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ജീവിത സാഹചര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.